ബുക്ക് എഴുതി കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി പറയാം. ഒരു ബുക്ക് സെയിലായി അതിലൂടെ കിട്ടുന്ന വരുമാനത്തിനെ പറയുന്ന പേരാണ് റോയൽറ്റി. ഞാൻ നിഴൽവേട്ട എഴുതി കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒരുപാട് പബ്ലിഷേഴ്സ് കോൺടാക്ട് ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്തത് സ്റ്റോറി സ്ലൈറ്റ് ആണ്. അതുമാത്രമല്ല, അവരുമായി സംസാരിച്ചപ്പോഴേക്കും ഭയങ്കര പാഷനേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ബുക്കിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റും പബ്ലിഷിങ്ങും A to Z എക്സ്പെൻസസും നിങ്ങളെടുക്കണം, ഞാൻ എൻ്റെ സ്റ്റോറി മാത്രമേ തരുള്ളൂ, എനിക്ക് 20% റോയൽറ്റി വേണമെന്ന് പറഞ്ഞു. അവരെൻ്റെ അടുത്ത് വളരെ മാന്യമായി പറഞ്ഞു, ഹിപ്പി, ആദ്യമായി എഴുതുന്ന ഒരു എഴുത്തുകാരന് സാധാരണ 10% റോയൽറ്റി കൊടുക്കുക. പിന്നെ ഹിപ്പിയോടുള്ളൊരു വിശ്വാസവും സ്റ്റോറിയും ഒക്കെ കൊണ്ട് ഹിപ്പിക്ക് 15% റോയൽറ്റി തരാമെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. ഞങ്ങളങ്ങനെ എഗ്രിമെൻറ്റ് എഴുതി കേട്ടോ. പിന്നീടുള്ള അവരുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞു, ഈ റോയൽറ്റി കൊണ്ട് ഞാൻ എന്നതാ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. എനിക്ക് ഒരാളെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റോറി സ്ലൈറ്റ് എന്നെ പിന്നെയും കോൺടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹിപ്പി, ആ 15% കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തോളൂ, ഈ ഒരു കാര്യമല്ലേ, 20% എടുത്തോളാൻ പറഞ്ഞു. പലപ്പോഴും എൻ്റെ ലൈഫിൽ അങ്ങനെ ചില ആൾക്കാർ കടന്നു വരാറുണ്ട്. അവർ പണത്തിനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കും, നമ്മളെ വിശ്വസിക്കും, നമ്മളെ സർപ്രൈസ് ചെയ്യും. കോൺട്രാക്റ്റൊക്കെ എഴുതി അവർക്ക് കിട്ടിയേക്കാവുന്ന ആ 5% അവരെനിക്ക് തന്നത്. താങ്ക് യു. ഇനി നമുക്ക് എൻ്റെ വരുമാനത്തിലേക്ക് കടക്കാം. നിഴൽവേട്ട ഒരു എഡിഷൻ 1000 പീസാണ് അടിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. അതായത് ഒരു ബുക്ക് വിറ്റാൽ എനിക്ക് കിട്ടുന്നത് 50 രൂപ. ഒരു എഡിഷൻ 1000 പീസ് ആയതുകൊണ്ട് തന്നെ ഒരു എഡിഷൻ തീരുമ്പോഴേക്കും എനിക്ക് സ്റ്റോറി സ്ലൈറ്റ് 50,000 രൂപ തരണം. നിങ്ങളൊക്കെ ഒരുപാട് വാങ്ങിച്ച് വായിക്കുന്നതുകൊണ്ട് ഇപ്പം 4ാമത്തെ എഡിഷൻ വരെ ആയി. താങ്ക് യു സോ മച്ച്. എന്നോട് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാനിപ്പോൾ ദുബായിൽ തിരിച്ചു വന്നു കേട്ടോ. വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റുകളാണ്. ബാക്ക് ടു ടെറാറിയംസ്, കഥകൾ, വർക്ക്ഷോപ്സ് എല്ലാം. താങ്ക്സ് ഫോർ വാച്ചിങ്.